ഏകീകൃത സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ശേഖർ യാദവ്. ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നതെന്നും ജസ്റ്റിസ് ശേഖർ യാദവ് പറഞ്ഞു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ജഡ്ജിയുടെ പരാമർശം. വിനീത വിജി ഡൽഹിയിൽ നിന്നും ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം വിവാദങ്ങൾ ഉണ്ടാക്കിയോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും ഈ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുകൊണ്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു പരാമർശം വന്നിരിക്കുന്നത്. അത് വിശ്വ ഹിന്ദു പരിഷത്ത് അവർ സംഘടിപ്പിച്ച ഒരു ലീഗൽ പരിപാടിയിൽ, പ്രയാഗ്രാജിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, അവിടെ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലേക്കൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യം പ്രവർത്തിക്കുമെന്ന് പറയാൻ തനിക്ക് യാതൊരു മടിയുമില്ല, നിയമം ഭൂരിപക്ഷം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ജസ്റ്റിസ് ശേഖർ യാദവ് പറഞ്ഞു. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിൽ എപ്പോഴും അവിടെ തീരുമാനങ്ങൾ നടപ്പിലാകുന്നത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. രാജ്യത്തെയും സ്ഥിതി അങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അയിത്തം, സതി തുടങ്ങിയ ആചാരങ്ങൾ അത് ഒരു കാലത്ത് ഹിന്ദുമതത്തിലുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തന്നെ പിന്നീട് നിർത്തലാക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടും ഒന്നിലധികം ഭാര്യമാരുള്ള രീതി അത് മുസ്ലിം സമൂഹം തുടരുകയാണെന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ജസ്റ്റിസ് ശേഖർ യാദവ് VHPയിലെ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ വിഭാഗം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലേക്കുള്ളൊരു പരാമർശം. ഹിന്ദു ഗ്രന്ഥങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ തന്നെ സ്ത്രീകളെ ദേവതകളായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇപ്പോഴും ഈ ബഹുഭാര്യത്വവും മുത്തലാഖും ഒക്കെ തങ്ങളുടെ അവകാശമായി ഒരു വിഭാഗം മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇത് നിർത്തലാക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഈ രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജയ്.